എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം. ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഉത്രാടമായിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് എങ്ങനെയാണ്, അടിപൊളി എന്ന് പറയുമ്പോൾ ഇതുപോലെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഹിമാലയയുടെ ക്ലെൻസിങ് മിൽക്ക് കൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ടോണർ കൊണ്ട് ഫേസ് ഒന്ന് ടോൺ ചെയ്യുന്നുണ്ട്. എപ്പോഴും സ്കിൻ കെയറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, CTM. ഇത് ചെയ്താൽ തന്നെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നല്ലപോലെ ഞാൻ ടോൺ ചെയ്ത ശേഷം ബയോട്ടിക്കിൻ്റെ കോക്കനട്ട് ക്രീം കൊണ്ടാണ് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് ഇതുകൊണ്ട് കിട്ടണത്. കുരുവരലിന് ഒരു കുറവില്ലെങ്കിലും പക്ഷേ പാടുകളൊക്കെ നല്ലപോലെ കുറയുന്നുണ്ട് ഈ ഒരു ഐറ്റം ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയ പിന്നെ അതുകൊണ്ട് പ്രൈമറിന് പകരമായിട്ട് എൻ്റെ കയ്യിലുള്ള ഓലയുടെ നാച്ചുറൽ വൈറ്റ് എന്നുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇട്ടാൽ തന്നെ വേറെ ഒന്നും ഇടാണ്ട് ഒരു നല്ല അടിപൊളി ഫെയർനെസ് ക്രീമാണ് കേട്ടോ ഈ ഓലയുടെ ക്രീം. ഞാൻ എപ്പോഴും ഡെയിലി ക്രീം പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു സംഗതിയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. എനിക്കിത് നല്ല റിസൾട്ടാണ്. കുറച്ച് അത്യാവശ്യം ഒന്ന് ഫെയറൊക്കെ ആയിട്ടിരിക്കും ഇതിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൺസീലർ വെച്ചിട്ടാണല്ലോ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ ഒന്നും ആവശ്യമില്ലാണ്ട് കൺസീലർ കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഫേസിൽ വേണ്ട പോയിൻറ്റ്സ് ഒക്കെ ഇതുപോലെ ഒന്ന് ഡോട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസീലർ കൊണ്ട് അത്യാവശ്യം വേണ്ട ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലപോലെ കവർ ചെയ്ത് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് നാളായി ഇത് യൂസ് ആക്കണത്. എനിക്ക് നല്ല റിസൾട്ടാണ്. അത്യാവശ്യം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല ഫൗണ്ടേഷൻ ഇട്ട പോലെ ഫെയ്ഡ് ആവത്തില്ലെങ്കിലും ജസ്റ്റ് ഒരുപാട് വിസിബിൾ ആവാത്തുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മങ്ങിയൊക്കെ ഇരിക്കും. അപ്പം ഇട്ടിട്ടില്ല എന്നൊരു മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടും. എൻ്റെ കവളത്തും താടിക്കും ഇതുപോലെ കുരു വന്നിട്ട് നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് അവിടെ മാത്രം ജസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ് ബ്ലഷായിട്ട് യൂസ് ആക്കണത്. ഞാൻ 1-2 തവണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ചുവന്നത് കൊടുത്ത കവളെന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പിൽ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 2-3 തവണയായിട്ട് ഞാൻ ഇങ്ങനെയാണ് ബ്ലഷ് സെറ്റപ്പ് ആക്കണത്. ബ്ലഷ് യൂസ് ആക്കാറില്ല. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ചുമ്മാ ഡാബ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോമ്പാക്ട് പൗഡർ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കിൽ കിട്ടും കേട്ടോ. കണ്ടോ, ഒരു പ്രത്യേക ഒരു രസം കാണുന്നില്ലേ? കവള് നോക്കുമ്പോൾ ഒരു ചോപ്പുണ്ട്. ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ നോർമലായിട്ട് നല്ല രസമായിട്ട് നിൽക്കണില്ലേ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിട്ട് കഴിയുമ്പോൾ കോമ്പാക്ട് പൗഡർ എന്തായാലും ഉണ്ടോ കേട്ടോ. എന്നാലാണ് കുറച്ച് സെറ്റായിട്ടിരിക്കുള്ളൂ. ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ അവിടെ, താടിയുടെ അവിടെയൊക്കെ ചില ഓയിലി ആവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ അവിടെ സെറ്റായിട്ടിരിക്കും. മേക്കപ്പും സെറ്റായിട്ടിരിക്കും. ഓയിലി ആവാനുള്ള ചാൻസും ഒരുപാടൊന്നും ഉണ്ടാവില്ല കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ. പിന്നെ ഈ ബ്ലഷിൻ്റെ മുകളിൽ ഇടുമ്പോഴത്തേക്കും ബ്ലഷ് കുറച്ചും കൂടി ലൈറ്റിനാവുകയും കാണാൻ കുറച്ചും കൂടി നാച്ചുറൽ ലുക്ക് വരെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പരിപാടിയാണ് ഐ മേക്കപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒറ്റ ഷെയ്ഡ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണ്ടേ. ഒറ്റ ഷെയ്ഡ് മാത്രമേ ഇടണുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ ഒന്നിന് കൊള്ളില്ലായിരിക്കും. അപ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ സ്പ്രെഡാക്കി കൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മുടെ ഐലൈനർ പെൻസിലൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോ ഒരുപാട് എഴുതുന്നില്ല, ഗ്യാപ്പുള്ള സ്ഥലം മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാധാരണ എൻ്റെ കയ്യിൽ ഐടെക്സിൻ്റെ ഐലൈനറാണ് ഉള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഐലൈൻ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു വാലങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും കണ്ണെഴുതുമ്പോൾ വാലിട്ടിട്ട് കണ്ണെഴുതാനാണ് ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഐലൈനർ പെൻസിൽ ഡാസ്ലറിൻ്റെ ആണ് ഇത്. അപ്പോൾ ആ ഡാസ്ലറിൻ്റെ ഐലൈനർ പെൻസിൽ കൊണ്ട് തന്നെ ഐലൈൻ ചെയ്യുന്നുണ്ട്. സെയിം ബ്ലഷ് ചെയ്ത ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ഇടുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടി പിങ്ക് ഷെയ്ഡ് കൂടിയ ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ, കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്സ് വാങ്ങിക്കാറ്. ന്യൂഡ് ഒക്കെ ഈ ഒരു മേക്കപ്പിന് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒരുവിധമൊക്കെ കഴിഞ്ഞു.
അപ്പോൾ ജിംക സ്റ്റൈൽ കമ്മലുകളാണ് കേട്ടോ ഓണം ഔട്ട്ഫിറ്റ്സിന് എപ്പോഴും നല്ല അടിപൊളിയാകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.